തലസ്ഥാനത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ അനന്തയ്ക്ക് തുടക്കമിട്ടത്. എന്നാൽ ഓട കയ്യേറ്റങ്ങളുടെ പേരിൽ കുറെ കെട്ടിടങ്ങൾ പൊളിച്ചിട്ടതിന് ശേഷം ചീഫ് സെക്രട്ടറി ചൈനയിലേക്ക് പോയത്രേ. അതുകൊണ്ട് തലസ്ഥാന നിവാസികൾക്കിപ്പോൾ ഇരട്ട ദുരിതമായി. നിയമസഭയിൽ പരാതിയുമായി എത്തിയതും തലസ്ഥാനത്തിന്റെ സ്വന്തം ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ വേലകൾ അതിരുകടന്നപ്പോൾ അറ്റ കൈ തന്നെ പ്രയോഗിക്കേണ്ടി വന്നു സ്പീക്കർ എൻ ശക്തന്. സ്പീക്കറുടെ ഡയസിൽ കയറി കാട്ടിക്കൂട്ടിയ ശിവൻകുട്ടി തരങ്ങൾ ഓർത്ത് ഒന്ന് പേടിച്ചെങ്കിലും സ്പീക്കറുടെ കടുത്ത ശാസനയിൽ ഒടുവിൽ ഒറ്റയാൻ അടങ്ങി. വെള്ളക്കെട്ടിൽ നിന്ന് തുടങ്ങിയ ആ ശിവൻകുട്ടി തരങ്ങൾ ഇങ്ങനെ. സാർ, ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശിവകുമാർ അങ്ങൂടെ കേൾക്കേണ്ടതാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് ആരോടും ആരിത് എവിടെ ആലോചിച്ചെന്ന് അറിയില്ല. ഞാൻ മുഖ്യമന്ത്രിക്കാണ് യഥാർത്ഥത്തിൽ ഈ സബ്മിഷന് കൊടുത്തത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടക്കം മറുപടി പറയേണ്ടതാണ്. സാർ, വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോ അത് ഒരു ലോക്കൽ ബോഡി മിനിസ്റ്റർ നഗരകാര്യ മന്ത്രി മാത്രം പറഞ്ഞാൽ തീരുന്ന കാര്യമില്ല. സാർ, ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റുമായി ഇറങ്ങി. മന്ത്രി ശിവകുമാറിനെ ചോദിച്ചപ്പോൾ മന്ത്രി ശിവകുമാർ തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള മന്ത്രി, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. സാർ, വന്നതിന് ശേഷം സാർ ഇനിയല്ലേ സാർ കഥ കേട്ടോളൂ സാർ. വന്നതിന് ശേഷം ചുരുക്കി പറയൂ സാർ. സാർ, ഇത് വളരെ ഗൗരവമാണ്. ഇപ്പൊ 3 മിനിറ്റായി സബ്മിഷനാണ് സാർ. 2 മിനിറ്റ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. അട്ടക്കുളങ്ങര ഓരോ ഗവൺമെന്റുകൾ വരുമ്പോഴും കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചു. പക്ഷേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സാർ. ഈ ചീഫ് സെക്രട്ടറിയും കളക്ടറുമായി വന്ന് കഴിഞ്ഞ ഇവിടെ ആരും ചോദിക്കാൻ പറയുന്ന ആളില്ലേ സാർ? കഴിഞ്ഞ 3 മാസക്കാലമായി ഇവിടെ നഗരസഭയുണ്ട്, ഇവിടെ ട്രഡയുണ്ട്, നഗരമന്ത്രിയുണ്ട്, തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുണ്ട്, MLA-മാരുണ്ട്. ആരോടും ആലോചിക്കാതെ ഈ പേര് ഇടുന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞത് ശരിയല്ല സാർ. സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേരിട്ടുള്ളത്. സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പേരിട്ടുള്ളത്. കണ്ണെടുത്തൊക്കെ തന്നെ ഒരു ബുൾഡോസറും JCB-യുമായി വന്ന് ഇടിച്ച് നിരത്തിയിട്ടിട്ട് മാസം 4 കഴിഞ്ഞിരിക്കുകയാണ്. ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. തിരുവനന്തപുരത്ത് ഓടകൾ കയ്യേറിയതിൽ വലിപ്പ ചെറുപ്പമില്ല. ശിവൻകുട്ടി ശ്രദ്ധിക്കണം. മന്ത്രി ശിവകുമാറിന്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് അട്ടക്കുളങ്ങര ബൈപ്പാസ്. ആ അട്ടക്കുളങ്ങര ബൈപ്പാസ് പൊളിച്ചിട്ടിട്ട് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഓടകൾ കയ്യേറിയതിൽ വലിപ്പ ചെറുപ്പമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ, ആശുപത്രികൾ, റെസിഡൻഷ്യൽ അസോസിയേഷന്റെ കെട്ടിടങ്ങൾ, കടകൾ, ടെക്സ്റ്റൈൽസ്, 5 സ്റ്റാർ ഹോട്ടലുകൾ, 3 പത്രം ഓഫീസുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു. സാർ, ഇവർക്കൊക്കെ ഇത് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? സാർ, ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഉദ്യോഗസ്ഥന്മാർ സാർ, ഇതിനകത്ത് തിരുവനന്തപുരത്ത് മന്ത്രിയുണ്ടോ? സാർ, തിരുവനന്തപുരത്ത് മന്ത്രിയുണ്ടോ? ചീഫ് സെക്രട്ടറിക്കും ഇത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ പറയട്ടെ സാർ, അവർ ചെയ്തെന്താ സാർ? ചീഫ് സെക്രട്ടറി ഇടിച്ചിട്ട് അദ്ദേഹം ചൈനയിൽ പോയി. വേറൊരു കളക്ടർ ഇതെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് വേറെ ഏതൊരു രാജ്യത്ത് പോയി. സാർ, ഇതൊക്കെ എന്താ സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു കാലഘട്ടം ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? സാർ, ഇപ്പോ കുഴിച്ചിട്ട ഈ പ്രദേശങ്ങൾ അത് റെക്ടിഫൈ ചെയ്ത് മൂടിയല്ലാതെ ചീഫ് സെക്രട്ടറി അല്ല, ഇനി ആരെങ്കിലും ബുൾഡോസറും JCB എടുത്തുകൊണ്ട് വന്നാൽ ജനങ്ങൾ ചെറുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയുടെ സ്വഭാവം രാവിലെ വളരെ നന്നായിരുന്നു. അദ്ദേഹം ഇപ്പൊ വളരെ രോഷാകുലനാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങേക്ക് മറുപടി വേണ്ടേ? അങ്ങ് അവതരിപ്പിച്ചു കഴിഞ്ഞു. 6 മിനിറ്റ് എടുത്ത് അങ്ങ് അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. സാർ, രാവിലെ അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ നന്നായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി അദ്ദേഹത്തിന് എനിക്കറിയാം. എന്റെ ശിവൻകുട്ടി ഈ പിഞ്ഞാണിക്കട ഈ മോരിക്കുട്ടൻ ഇറങ്ങുന്ന പോലെ ആയല്ലേ ഇത്. ഈ ജന്മരാശല്ല ടൈം കഴിഞ്ഞു പോയത് കരുതിയേക്കണ സകല രാശികളും കേൾക്കാനാ പറയണത്.
കണ്ണൂർ, വിയ്യൂർ, തിരുവനന്തപുരം, കേരളത്തിലെ 3 സെൻട്രൽ ജയിലും ധൻവറാശാല തറവാട് പോലെയാണ്. നമ്മുടെ ഏരിയക്കാര് വർക്ക് പിടിച്ച പാമ്പൂർ സലാമല്ല പുലിയൂർ സലാമാണെങ്കിലും 8ന്റെ പണി കൊടുക്കും നമ്മുടെ പുള്ളങ്ങള്. അങ്ങ് സീറ്റിലേക്ക് പോകൂ ശിവൻകുട്ടി. അങ്ങ് സീറ്റിലേക്ക് പോകൂ ശിവൻകുട്ടി. ഇപ്പൊ ശിവൻകുട്ടിയെ ഇരുത്താൻ കഴിയും. ശിവൻകുട്ടിയെ മെരുക്കാൻ കഴിയുമെന്ന് അല്ലെങ്കിലും ശക്തൻ കരുതിയതേയല്ല. ശക്തൻ അശക്തനാണെന്ന് ഇനി ആരും പറയില്ലല്ലോ എന്ന സമാധാനത്തോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് അരുവിക്കര തരങ്ങൾ. അവരുടെ ഒരു തന്ത്രം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. കടങ്കഥയുടെ ഉത്തരം ഏതാണ്ട് എനിക്ക് പിടികിട്ടി തുടങ്ങി. നഷ്ടസ്വർഗങ്ങളെ